ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലും, സന്തോഷത്തിൽ, ദുഃഖത്തിൽ, നമ്മുടെ പ്രതികൂലത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം ഒരാളുണ്ട് എന്നത് നമ്മുടെ ജീവിതത്തിലേറെ നമുക്ക് ധൈര്യം നൽകുന്നതാണ്. എന്നാൽ മറിച്ച് നാം ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട അനുഭവങ്ങളിലാണ്, ഏകാന്തമായ അനുഭവമാണ്, ഒരു ശൂന്യതയുടെ അനുഭവമാണ്, ആരും സഹായിക്കാനില്ലാത്ത, ആരും ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഏറെ നമ്മൾ വേദനയിലും ഭാരത്തിലുമായിരിക്കും നമ്മൾ പോകുന്നത്. അതിലിവിടെയാണ് ഭക്തനായ ദാവീദ് പറഞ്ഞ വാക്കുകൾ. തൻ്റെ ജീവിതത്തിൽ താനെടുത്ത ദൈവികമായ തീരുമാനം ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അങ്ങ് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. I have set the Lord always before me, because he is at my right hand, I shall not be moved. ഇവിടെ ഈ ഉദ്ധരണിയെ നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ്: ഒരു ദൈവ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്, ഒരു ദൈവത്തിൻ്റെ കരം എന്നോടൊപ്പമുണ്ട്. അവിടെ പറയുന്നു, എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട്, ഉള്ളതുകൊണ്ട്, ഉണ്ട് എന്നത് ഏറ്റവും വലിയ ഉറപ്പ് നമുക്കവിടെ ലഭിക്കുകയാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നാം ചെയ്യേണ്ട കാര്യം അതാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും, യാത്രകളിലും, അത് പ്രതിസന്ധികളിലാകട്ടെ, സന്താപത്തിലോ സന്തോഷത്തിലോ, പ്രതികൂലത്തിലോ രോഗത്തിലോ ദുഃഖത്തിലോ വേദനയിലോ, ഏത് സാഹചര്യത്തിലും കർത്താവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൂടുതൽ ദൈവത്തോടടുത്തുകൊണ്ട്, കൂടുതൽ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട്, ഗൈഡൻസ് ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, ഫസ്റ്റ് പ്രിഫറൻസ്, ഒന്നാം സ്ഥാനം, പ്രയോറിറ്റി 0 നാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ, അഭിഷിക്തനായ ദാവീദ് പറഞ്ഞ അതേ വാക്ക് നമുക്ക് പറയാൻ കഴിയും: ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഇതൊരു വലിയ ഉറപ്പാണ്. അപ്പം നാം ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് വിഷയത്തിൻ്റെ മുൻപിലും ദൈവമുണ്ടായിരിക്കട്ടെ, ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ഇത്തരണത്തിൽ മോശയുടെ അപേക്ഷയാണ് ഏറ്റവും പ്രാധാന്യം. നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുമ്പായി പോകുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത് എന്ന് മോശ ദൈവത്തോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം നമുക്ക് മുമ്പായി പോകട്ടെ, ദൈവം നമുക്ക് മുൻപായി പോകട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമാണ്. അനുഗ്രഹം.